Hi everyone, welcome back to Mom's Artistry. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള സാരി പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ചെറിയ പോർഷനാണ്. ഈ ഡിസൈന് പറയുന്ന പേര് ചെവി പൂവ് അല്ലെങ്കിൽ കർണ പുഷ്പം എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ഡിസൈന് സാരിയിലേക്ക് ട്രേസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് റെഡ് ഫാബ്രിക് ട്രേസിങ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ട്രേസ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ടേപ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ ആ പിക്ചർ അവിടെ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഡിസൈന് ട്രേസ് ചെയ്തെടുക്കാം. ഒത്തിരി മ്യൂറൽ പെയിൻറ്റിങ് ഡിസൈന് അവൈലബിൾ ആണ് നെറ്റിൽ. ഇപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. മ്യൂറൽ ഔട്ട്ലൈനോ മ്യൂറൽ ഡിസൈൻ സ്കെച്ചസിനോ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഡിസൈൻ കിട്ടും. ഈ സെയിം ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ അത് ട്രേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കണം. ഞാനിവിടെ റെഡ് കളർ വെച്ചിട്ടാണ് ഔട്ട്ലൈൻ കൊടുക്കുന്നത്. ഇത് ഫാബ്രിക് കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കിത് പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്യാൻ അറിയില്ല. ഞാനും ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്തത്. ട്രൈ ചെയ്തപ്പോൾ കുഴപ്പമില്ലാണ്ട് തെറ്റില്ലാണ്ട് വന്നുകൊണ്ട് ഞാനിവിടെ ഷെയർ ചെയ്യാമെന്ന് വെച്ചതാണ്. അപ്പോൾ ജസ്റ്റ് എല്ലാം ഔട്ട്ലൈന് വരച്ചെടുക്കുക ഇതുപോലെ. ഈ ഔട്ട്ലൈൻ ചെയ്തെടുക്കാനായിട്ട് നേരോ ആയിട്ടുള്ള ലോങ് ഹെയർ ബ്രഷാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൽ യെല്ലോ കളറ് കൊടുക്കണം. ഒരു ബേസ് കോട്ട് കൊടുക്കണം നമ്മൾ. അതിന് ഞാനിവിടെ യെല്ലോ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മെത്തേഡാണോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ കുറച്ച് വീഡിയോസും ഇതൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്യാമെന്ന് വെച്ച് ചെയ്തതാണ്. അപ്പോൾ അത് തെറ്റില്ലാണ്ട് വന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു ബേസ് കോട്ട് കൊടുക്കുന്നു. യെല്ലോ കളറിലാണ് കൊടുക്കുന്നത്. ഈ യെല്ലോ കളർ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി ഓറഞ്ച് കളർ വെച്ചിട്ട് ഒരു ഷെയ്ഡ് കൊടുക്കണം. ഷെയ്ഡ് കൊടുക്കാനായിട്ട് ആദ്യം അതിൻ്റെ ഒരു ഔട്ട്ലൈൻ പോലെ ഓറഞ്ച് കൊടുത്തിട്ട് ജസ്റ്റ് ബ്രഷ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് അതൊന്ന് മെർജ് ചെയ്ത് കൊടുക്കണം. ഈ യെല്ലോ കളറായിട്ടൊന്ന് മെർജ് ചെയ്ത് കൊടുക്കണം. ഒത്തിരി വെള്ളം പാടില്ല ബ്രഷിൽ. ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്തിട്ട് ആ വെള്ളം അധികമുള്ള വെള്ളം ഒന്ന് കളഞ്ഞിട്ട് അത് മെർജ് ചെയ്തെടുക്കണം. ഈ ചെവി പൂവ് ചെയ്യുന്നത് ഓറഞ്ചിൻ്റെയും പച്ചയുടെയും കോമ്പിനേഷനിലാണ്. ഗ്രീൻ കളറും അതുപോലെ തന്നെ നമ്മൾ ഷെയ്ഡ് കൊടുക്കണം. ഔട്ട്ലൈൻ കൊടുത്തിട്ട് നമ്മൾ മെർജ് ചെയ്ത് എടുക്കണം. ഈ ഡിസൈനിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കളർ കോമ്പിനേഷനും അതിൻ്റെ ഷെയ്ഡിങ്ങുമാണ്. അപ്പോൾ നമുക്ക് എല്ലാതും ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് എടുക്കാം. നെക്സ്റ്റ് ഇതിന് ഒരു ഔട്ട്ലൈൻ കൊടുക്കണം. എല്ലാ ഷെയ്ഡിങ്ങും കഴിഞ്ഞതിന് ശേഷം ഇതിന് നമ്മളൊരു ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കും, ഒരു ഫിനിഷിങ് കിട്ടാനായിട്ട്. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു.
താങ്ക് യു ഫോർ വാച്ചിങ്.